ഹായ് ഗൈസ്, ഇമ്മോർട്ടൽ റൈസിംഗ് എന്ന് പറയുന്ന ഗെയിമിംഗ് പ്രോജക്റ്റിൻ്റെ എയർ ഡ്രോപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു എയർ ഡ്രോപ്പ് പ്രോഗ്രാമിലൂടെ IMT എന്ന് പറയുന്ന അവരുടെ ഓൺ ടോക്കൺ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്ന ഒരു Web3 ഗെയിമിംഗ് കമ്പനിയാണ് ഈ ഒരു ഗെയിമിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. 32 മില്യനാണ് ഈ ഒരു എയർ ഡ്രോപ്പ് പ്രോഗ്രാമിന് ഫണ്ട് റൈസ് ചെയ്തിട്ടുള്ളത്. സോ വളരെ വലിയൊരു പ്രോജക്റ്റാണ്, തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് തന്നെയാണിത്. ആൻഡ് എയർ ഡ്രോപ്പ് ലഭിക്കുമെന്നുള്ളത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ഇവരുടെ റോഡ് മാപ്പിൻ്റെ 2024 Q4 ഈ ഒരു ടോക്കണിൻ്റെ ലിസ്റ്റിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ വർഷം തന്നെ ടോക്കൺ ലിസ്റ്റിങ്ങും എയർ ഡ്രോപ്പ് ഡിസ്ട്രിബ്യൂഷനും നടക്കും എന്നുള്ളത് ഉറപ്പാണ്. സോ ഈ ഒരു എയർ ഡ്രോപ്പ് പ്രോഗ്രാമിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയുടെ റീച്ച് കൂട്ടുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഇമ്മോർട്ടൽ റൈസിംഗ് 2ൻ്റെ എയർ ഡ്രോപ്പ് പ്രോഗ്രാമിന് വേണ്ടിയുള്ള രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ടെലഗ്രാം ചാനലിലും ഞാനത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എവിടെ നിന്നും അത് ഡയറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. സോ എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. രണ്ട് ഓപ്ഷനാണ് ഉണ്ടാവുക: കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ, കണ്ടിന്യൂ വിത്ത് ആപ്പിൾ. നിങ്ങളുടേത് ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സോ ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കുകയാണ്. തുടർന്ന് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സുമായിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. അതോടുകൂടെ വെബ്സൈറ്റിലുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പിന്നെ മിഷൻ ORB, റെഫറൽ ORB എന്ന് രണ്ട് ഭാഗം കാണാൻ പറ്റും. ഈ ORB എന്ന് പറയുന്നത് നമുക്ക് ഈ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ലഭിക്കുന്ന പോയിൻറ്റ്സ് ആണ്. അപ്പോൾ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ORB പോയിൻറ്റ്സ് കിട്ടും. കൂടാതെ നമ്മൾ ഈ വെബ്സൈറ്റ് റെഫർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ORB പോയിൻറ്റ്സ് കിട്ടും. നമ്മൾ മിഷൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ മിഷൻസിലൂടെ എങ്ങനെ നമുക്ക് ORB ടോക്കൺസ് ഏൺ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായി മുകളിലുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മിഷൻ എന്ന് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ORB വിൽ ബി യൂസ്ഡ് ടു ഏൺ IMT. ഞാൻ നേരത്തെ പറഞ്ഞു, IMT എന്നുള്ള അവരുടെ ഓൺ ടോക്കണാണ് ഇതിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്നത്. ORB എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഏൺ IMT കളക്ട് ചെയ്യാനാണ് ORB നമ്മൾ ഏൺ ചെയ്യുന്നത്. ഈ ORB എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ലഭിക്കുന്ന പോയിൻറ്റ്സ് ആണ്. സോ എങ്ങനെയാണ് ORB നമുക്ക് ലഭിക്കുക? അതിനുവേണ്ടി താഴോട്ട് സ്ക്രോൾ ചെയ്യാം. സോ കുറച്ച് സമയം ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മിഷൻസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും. 1740 ORB പോയിൻറ്റ്സ് നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. സോ ഓരോ മിഷനും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ORB പോയിൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് കളക്ട് ചെയ്യാനുള്ളത് സൈനപ്പ് ആൻഡ് ക്ലൈം യുവർ ഫസ്റ്റ് റിവാർഡ്. സൈനപ്പ് ചെയ്യുന്നതിനാണ് ഫസ്റ്റ് റിവാർഡ് കിട്ടുന്നത്. സോ ഞാനിവിടെ ക്ലൈം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. സോ ഇവിടെ 100 ORB പോയിൻറ്റ്സ് ഞാനിവിടെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. സോ അടുത്തത് എൻ്റർ റെഫറൽ കോഡ് വിത്തിൻ 24 ഹവേഴ്സിനുള്ളിൽ റെഫറൽ കോഡ് എൻ്റർ ചെയ്യാനാണ്. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ റെഫറൽ കോഡ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴിയാണ് കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെഫറൽ കോഡ് അടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഞാൻ ഇവിടെ അതും ക്ലെയിം കൊടുക്കുകയാണ്. സോ മുകളിൽ എനിക്ക് 200 ORB കിട്ടിയതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ അടുത്തത് ഇമ്മ്യൂട്ടൽ പാർട്ട്ണർഷിപ്പ് റിവൽ എന്നുള്ള ഈ ഒരു ടാസ്കിൻ്റെ എങ്ങനെ ക്ലെയിം ചെയ്യാന്നുള്ളതാണ്. അതൊരു ക്വിസാണ്. ഫസ്റ്റ് ന്യൂ ഒഫീഷ്യൽ പാർട്ട്ണർ, അതിൻ്റെ ഉത്തരമാണ് കൊടുക്കേണ്ടത്. അത് ഇമ്മ്യൂട്ടബിൾ എന്നാണ് ആൻസർ. സോ അത് സബ്മിറ്റ് കൊടുക്കുക. സോ അതോടെ ആ ഒരു ഇതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് ഡിസ്കോഡ് ജോയിൻ ചെയ്യുക. പിന്നെ സോ ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ടാസ്ക് ഫോളോ ഇമ്മോർട്ടൽ റൈസിംഗ് 2 എന്നുള്ള അവരുടെ ട്വിറ്റർ ഹാൻഡിൽ ഫോളോ ചെയ്യാനാണ്. സോ അതിനായിട്ട് ക്ലൈം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോളോ ഇമ്മോർട്ടൽ റൈസിംഗ് എന്ന് കാണും. അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് മാനേജ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ ട്വിറ്റർ ഹാൻഡിൽ കണക്ട് ചെയ്യാനുണ്ടാവും. അത് കണക്ട് ചെയ്യുക. അതിനുശേഷം ടാസ്കിൽ വരിക. എന്നിട്ട് ട്വിറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ക്ലൈം കൊടുക്കുക. ക്ലൈം കൊടുത്തതിന് ശേഷം ഫോളോ ഇമ്മോർട്ടൽ റൈസിംഗ് എന്ന് കാണാൻ പറ്റും, അവിടെ ക്ലിക്ക് ചെയ്യാം. സോ ആ ടാസ്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത ടാസ്ക് റീട്വീറ്റ് പാർട്ട്ണർഷിപ്പ് റിവീലാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റീട്വീറ്റ് നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ അവിടെ റീട്വീറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കൺഫേം കൊടുക്കുക. അടുത്തത് സബ്സ്ക്രൈബ് IR2 ന്യൂസ് ലെറ്റർ എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ടാസ്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത്
റീട്വീറ്റ് CBT ടു ഹാഷ് ടു അനൗൺസ്മെൻറ്റ് എന്നുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. റീട്വീറ്റ് നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. സോ അടുത്ത CBT #1 ഇമ്മോർട്ടൽസ് എന്നാണ്. അത് എങ്ങനെ ചെയ്യേണ്ടത് അറിയില്ല, ചെയ്തു നോക്കാം. വെരിഫൈ ആൻഡ് ക്ലൈം എന്നുള്ളിടത്ത് കൊടുത്തു നോക്കാം. സോ ഈ അവസാനത്തെ 4 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സോ ഇതിൽ പറയുന്നത് വി ക്യാൻ വെരിഫൈ യുവർ ജോയിൻഡ് ദിസ് ഇവൻറ്റ്, പ്ലീസ് ട്രൈ അഗൈൻ ലേറ്റർ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളും ചെയ്ത് നോക്കുക കുറച്ച് കഴിഞ്ഞിട്ട്. സോ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മാക്സിമം പോയിൻറ്റ്സ് കളക്ട് ചെയ്യാം. ഇത് നമുക്ക് ഇവരുടെ ഓൺ ടോക്കൺ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പോയിൻറ്റ്സ് ആണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.